ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്ന കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ. അത് കണ്ടില്ലേ, മുട്ട ഞാൻ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, പച്ചവെള്ളം അത് ഒഴിക്കുന്നത് മുട്ട കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സവാള എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം പാൻ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി സ്പെഷ്യൽ എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. സാധാരണ മുട്ട ഇങ്ങനെ ഓംലേറ്റൊക്കെ എടുക്കുന്നത് സ്വാഭാവികമാണല്ലോ, സാധാരണ നമ്മൾ വീടുകളിലൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ട് അത് ഫൈനലാക്കി. ഇനിയാണ് പറയുന്നത് മുട്ട തിരിച്ചിടില്ല. ഇത് 1 സൈഡ് ഓംലേറ്റാണ്. ഇത് ഉണ്ടാക്കുന്നത് ആദിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പച്ചമുളക് ഒന്നും ഇടാൻ കേട്ടോ. പക്ഷെ കുരുമുളക് പൊടി ആദിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ പുറത്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കണം. ആദിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ട് ഇത് സ്പെഷ്യലായിട്ട് ആദിക്കെടുത്തതാണ്. ഇതാ കണ്ടില്ലേ, ആദ്യം അത് ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കോരിയെടുത്ത് വായിലോട്ടിടാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. കഴിച്ച് നോക്കിയിട്ടിപ്പം അഭിപ്രായം പറയും. അവന് ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ്. ഇനി അവനതിൻ്റെ ജ്യൂസി ആയിട്ടുള്ള ഭാഗം കഴിക്കുന്ന കാണാം. അതാണ് ശരിക്കും കാണേണ്ടത്. അവനിങ്ങനെ കോരി എടുത്തിരിക്കും. ഇപ്പം എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും എന്നൊന്നും അറിയില്ല, പക്ഷേ ഇവൻ ഇതാണ് ഇഷ്ടം കേട്ടോ. തട്ടുകടയിൽ പോയി കഴിച്ചാലും ഇങ്ങനെയാണ് കഴിക്കുന്നത്. അവൻ്റെ അച്ഛൻ ഇതാണ് ഇഷ്ടം, അതിലൂടെ കിട്ടിയതാണ്.